എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ക്യൂബയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ 2 ആഴ്ച നമുക്ക് അടുപ്പിച്ച് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു ക്യൂബേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതാണ്. ഗിവ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു പ്രൊജക്ടറാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറിൻ്റെ മോഡൽ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ YT200 എന്ന് പറഞ്ഞിട്ടാണ്. ഇതിപ്പോൾ ഇതിനകത്ത് വേറെ പേരിലും പല പേരുകളിൽ അറിയപ്പെടും. നോക്കിയിട്ട് കാര്യമില്ല, മോഡൽ നമ്പർ അറിയപ്പെടുന്നത് YT200 ആണ്. അത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ ഒരു പ്രൊജക്ടറിന് നമ്മൾ റിവ്യൂ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, അൺബോക്സിങ് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഈ സാധനം ഞാൻ അഴിച്ചിട്ടും കൂടിയുള്ളതാണ്. ഈ കയ്യിരിക്കുന്ന സാധനം ഞാൻ തുറന്ന് രണ്ടാമത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതുകൊണ്ടിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതിന് ചെറിയ കോസ്മെറ്റിക് ഇഷ്യൂസൊക്കെ ഉണ്ട്. സാധനം വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ പ്രൊജക്ടറിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സെയിം ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 1-2 കോസ്മെറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ കണ്ടോ, ഈ ഒരു പാട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും റബ്ബർ പൊങ്ങിയിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ അടിയിലാണ് സ്ക്രൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അയച്ചത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ റബ്ബറിൻ്റെ അവിടെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ വേറെ ഇഷ്യൂസൊന്നും ഇതിനങ്ങനെ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ റിമോട്ട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു USB കേബിൾ ഉണ്ട്, മൈക്രോ USB വെച്ചിട്ടാണ് ഇത് പവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യങ്ങളും കൂടെ പറയണമല്ലോ, ഇമേജ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങൾ റിവ്യൂ വീഡിയോസ് കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും കുഴപ്പമില്ലെന്നേ പറയുന്നുണ്ടായുള്ളൂ. ഈ ഒരു പ്രൈസ് പോയിന്റിനാണ് അത് കുഴപ്പമില്ലാത്തത്. കാര്യം ഞാൻ ഇത് മേടിക്കുന്ന സമയത്ത് 2500 സംതിങ് ഉണ്ടായുള്ളൂ. കസ്റ്റംസ് ലൂട്ടിങ് കൂടെ വന്നപ്പോൾ ഒരു 3000-ന് മേലെയായി. പക്ഷെ ആ 2500 അല്ലെങ്കിൽ 2000, 3000 റേഞ്ചിലൊക്കെ വരുന്ന പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഭയങ്കര ശോകമായിരിക്കും. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണെന്ന് ഞാൻ നോക്കാം കേട്ടോ. ഇതാണ് മെയിൻ റീസൺ. കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. നെഗറ്റീവ് റെസൊല്യൂഷൻ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ നെഗറ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ പുറമെ 720p എന്നും മറ്റതും മറിച്ചതും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ആ ഒരു സ്ക്രീൻ ഇതിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു പരിധി കൂടുതൽ വലുതാക്കാനും പറ്റില്ല. അതുപോലെ ബ്രൈറ്റ്നെസ്സും കുറവാണ്. അപ്പോൾ നമുക്ക് നല്ല ഡാർക്കായിട്ടുള്ള റൂമും വേണം. സബ് ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാനൊരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ആ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമുണ്ടാകില്ല. അതുപോലെ ഇതിൽ നമുക്ക് ഇൻപുട്ടുകൾ കുറവാണ്. കാര്യം നമുക്കൊരു മൈക്രോ USB വെച്ചിട്ടാണ് ഇത് പവർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്കുള്ള ആകപ്പാട് ഒരു USB പോർട്ടാണുള്ളത് നമുക്ക് മീഡിയ ഇൻപുട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെൻഡ്രൈവിൽ ഫിലിംസ് കാര്യങ്ങൾ കയറ്റിയിട്ട് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി പറ്റും. അതല്ലാതെ നമുക്കൊരു ഓഡിയോ ജാക്ക് ഉണ്ട്. അപ്പോൾ ഓബിയസ്ലി നമുക്ക് ഓക്സിലറി കേബിൾ ഉപയോഗിച്ച് നമുക്ക് വേറെ സ്പീക്കറിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതൊരു ഗുണമാണ്. അതിൻ്റെ അത് ബ്ലൂടൂത്ത് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രൊജക്ടറിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്വാളിറ്റിയും എങ്ങനെയാണ് കണ്ടീഷൻ എന്നുള്ളതും ഞാൻ തുറന്നു നോക്കിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൂളിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് റൂൾസേ ഞാൻ പറയുന്നുള്ളൂ. ആദ്യത്തെ ഒരു മെയിൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. കാര്യം കമൻറ്റ് ചെയ്താലേ എനിക്ക് നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആരാണ് ജയിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. കാര്യം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന റാൻഡം കമൻറ്റ് പിക്കർ വെച്ചിട്ട് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരിക്കുന്ന ആളായിരിക്കും എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയിൽ. പിന്നീട് വരുന്ന കാര്യങ്ങളെല്ലാം ഓപ്ഷനല്ല. അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഓപ്ഷനിലാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും കമൻറ്റ് ചെയ്യാം. എത്രയോ പേര് കമൻറ്റ് ചെയ്യുമ്പോൾ ചാൻസ് കുറയും. എന്നാലും എത്രത്തോളം പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരാൾക്കേ കിട്ടുള്ളൂ. അതൊരു സങ്കടം വരുന്നൊരു സംഭവമാണ്. കാര്യം ഞാനും ഇടയ്ക്ക് ഓരോ ഗിവോയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള റൂൾസാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെയുള്ളത് ഓപ്ഷനിലാണ്. ഗിവോയ്ക്ക് പങ്കെടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. ഓഗസ്റ്റ് 2-ാം തീയതി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 3-ാം തീയതി നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞ് വേറൊരു വീഡിയോ വരും. ഓക്കെ, അത് നമ്മുടെ നോർമൽ ടൈമിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഞാനിവിടെ വേണമെങ്കിൽ ഇട്ടേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. അതപ്പോൾ ഓർത്തിരിക്കാം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പാടെ ചെയ്യേണ്ടത് ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക്. അതുപോലെ തന്നെ ഞാനിതൊന്ന് തുടച്ച് പിടിച്ചിട്ടൊക്കെ വെക്കട്ടെ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.